ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർട്ടർ റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മുടെ പനീർ വെച്ചിട്ടുള്ള ഒരു പനീർ ടിക്കയാണ്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്റ്റാർട്ടറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് ഓവനൊന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാരിനേഷൻ്റെ ആവശ്യമുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ 1/4 ടേബിൾ സ്പൂണ് ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മല്ലിയില, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ജീരകം എന്ന് വെച്ചാൽ ക്യുമിൻ സീഡ്സ് ആണ് കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂണ് വറുത്ത കടലമാവാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ടെടുത്ത കടലമാവാണ്. ഇനി ഒന്ന് ഇതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് എന്താ പറയുക പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാം പനീറാണ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ക്യൂബ്സ് ഉണ്ടായതുകൊണ്ടാണ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ സ്ലാഷ് ആയതുണ്ടെങ്കിൽ നമ്മൾക്ക് മുറിച്ചിട്ട് കുറച്ച് വലുപ്പത്തിലാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു ഉള്ളി ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ 4 കട്ടാക്കിയിട്ട് സ്ക്വയർ ആക്കിയിട്ട് എടുത്തതാണ്. ഇനി ഒന്ന് നന്നായിട്ട് നമ്മുടെ ഈ മാരിനേഷനിലേക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പനീറിൻ്റെ മറ്റേ വലുതായിട്ടുള്ള സ്ലൈസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ക്വയറിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് വലിയ ഷേപ്പിൽ പനീർ എടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് മാരിനേഷനൊക്കെ കോട്ടായിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിത് വെക്കണം. അപ്പോൾ അതേ സമയത്ത് തന്നെ അരമണിക്കൂർ മുമ്പേ ഞാൻ സ്ക്വയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്ക്വയറും അതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഓരോന്നായിട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഉള്ളി കുത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഞാനിപ്പോൾ ക്യൂബ്സ് ആയതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം നമ്മൾ പനീർ കയറ്റുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാപ്സിക്കം കുത്തിക്കയറ്റി. പിന്നെ അതുപോലെ തന്നെ ഇനിയൊരു പനീർ മെല്ലെ കുത്തിക്കയറ്റാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ക്യൂബ്സ് ആയതുകൊണ്ട് വേഗം പൊട്ടിപ്പോവും. ശ്രദ്ധിച്ച് വേണം നമ്മൾ കയറ്റാൻ. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും എന്താ പറയുക നോർമലായിട്ടുള്ള പനീറിൻ്റെ സ്ലൈസ് വാങ്ങിച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ളതും ഫുള്ളായിട്ട് ഫിനിഷ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കെന്ന് വെച്ചാൽ ഞാനിവിടെ ഗ്രിൽ പാനാണ് യൂസ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ സാധാരണ ഫ്രൈങ് പാൻ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി ഒന്ന് ഓയിൽ നന്നായിട്ട് തടവി ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോന്നായിട്ടുള്ള നമ്മുടെ പനീർ ടിക്കയുടെ സ്ക്യൂർ വെച്ച് കൊടുക്കാം. അപ്പം എൻ്റെ പാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പാനാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യം വരും. നിങ്ങൾക്ക് അത്രയൊന്നും ആവശ്യം വരില്ല. താഴെ ഒരു ടേബിൾ സ്പൂണും മേലെ ഒരു ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പം റൊട്ടേറ്റ് ചെയ്തിട്ട് ടോട്ടലി ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കബാബ് ടിക്ക റെഡിയായി കിട്ടും കേട്ടോ. സോറി, അപ്പം കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. നല്ല രസമുള്ളൊരു സ്റ്റാർട്ടറാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഉമ്മയും മകളൊക്കെയാണ് വീട്ടിലുള്ളതെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കറി പോലെ ആയിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കിടല ഐറ്റമാണ്. നിങ്ങൾ എന്തായെങ്കിലും ട്രൈ ചെയ്യണം. ഇഷ്ടമാവാണ്ട് നിൽക്കില്ല. വെജിറ്റബിൾസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ ഞാൻ നല്ലൊരു ദിവസം വരാം. അതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നഷ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.